ഈ കോമൺ സിവിൽ കോഡൊക്കെ എപ്പോഴും ഒരു ഭീഷണി, മുസ്ലിമുകൾക്കെതിരായിട്ടൊരു ഭീഷണിയായിട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ എനിക്ക് ചോദിക്കാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേരി റോയ് കേസിന് മുമ്പ് അരുന്ധതി റോയുടെ അമ്മയായ മേരി റോയ് കേസ് കൊണ്ടുപോയി കൊടുത്തു സുപ്രീം കോടതിയിൽ. ക്രൈസ്തവ സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശം ഇല്ല എന്ന് പറഞ്ഞിട്ട്. യഥാർത്ഥത്തിൽ 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമുണ്ട്. അപ്പോൾ അവർ പറയും അത് പകുതി സ്വത്തിൽ അവകാശമുള്ളൂ എന്ന്. ആ കാലത്ത് സ്വത്തിൽ അവകാശമില്ലേ? അത് മാത്രമല്ല, ഇവർ പറഞ്ഞത് ശരിയല്ല. മുസ്ലിം സ്ത്രീകൾക്ക് പിതാവിൻ്റെ പകുതി ഷെയർ കിട്ടും എന്ന് വെച്ചാൽ പുത്രന്മാർക്ക് കിട്ടുന്നതിൻ്റെ പകുതി ഷെയർ കിട്ടും, അവരുടെ പുത്രന്മാരിൽ നിന്ന് ഷെയർ കിട്ടും, അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് ഷെയർ കിട്ടും. അപ്പോൾ അവർക്ക് പല തട്ട്. അത് മാത്രമല്ല, ഇതിനെല്ലാം ഉപരി ഒരു മുസ്ലിം സ്ത്രീ കല്യാണം കഴിക്കുമ്പോൾ വലിയൊരു തുക മെഹറായിട്ട് കൊടുക്കണം. സ്ത്രീധനമല്ല, സ്ത്രീക്ക് അങ്ങോട്ട് കൊടുക്കണം എന്നുള്ളതാണ്. ഇതൊന്നും ഇവിടെ നടപ്പാക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ കുഴപ്പമല്ല. അത് നമ്മുടെ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ സ്ത്രീധനവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സാഹചര്യത്തിൽ നടക്കണം. നമ്മൾ അറബ് രാഷ്ട്രങ്ങളിൽ പോകണമെങ്കിൽ ഒരു പെൺകുട്ടിയെ കെട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുടിഞ്ഞു പോകും. അത്രയധികം പണം ആ പെൺകുട്ടിക്ക് കൊടുക്കണം. യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ ജീവിത സാഹചര്യം ആ പെൺകുട്ടിയുടെ വീട്ടിൽ നടപ്പാക്കുന്നതിന് എത്ര തുക വേണമോ അത്ര തുകക്ക് തതുല്യമായിട്ടുള്ള ക്യാപിറ്റലായിരിക്കണം ഈ പെൺകുട്ടിക്ക് മെഹറായിട്ട് കൊടുക്കേണ്ടതെന്നാണ്. അപ്പോൾ പെൺകുട്ടിക്ക് എവിടെ നിന്നൊക്കെ സ്വത്ത് കിട്ടുന്നുണ്ട്? ഭർത്താവിൽ. ആദ്യമായി തന്നെ ഈ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന മെഹർ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് പകരമായിട്ട് ഇതൊന്നും എടുത്ത് കാണിക്കാതെ ഷാബാനു കേസിൽ നടന്നിട്ടുള്ള ചില വീഴ്ചകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് കാണിച്ചുകൊണ്ട് ആ സംഭവത്തെ പെരുക്കിക്കൊണ്ട് ഇവിടെ സിവിൽ കോഡ് നടപ്പാക്കാത്തതിന് കാരണം മുസ്ലിമുകളെ പ്രീണിപ്പിക്കലാണ് എന്ന തരത്തിലുള്ള ഇസ്ലാമിയ ഫോബിക്കായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. മുസ്ലിമുകളെ പ്രീണിപ്പിക്കലല്ല ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സിവിൽ കോഡ് വേണം എന്നുള്ളത് ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുള്ള കാര്യമാണ് സിവിൽ കോഡ് വേണമെന്ന്. അന്ന് ജവഹർലാൽ നെഹ്റു പറയാനുള്ള കാരണം അന്ന് ഹിന്ദുക്കളുടെ ഇടയിൽ കോമൺ സിവിൽ കോഡ് വേണം എന്നുള്ള ആൾക്കാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് അതിനെ സർദാർ പട്ടേലും പ്രത്യേകിച്ച് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദും എതിർത്തതാണ്. അതിനുശേഷം കുറേ കാലത്തിന് ശേഷമാണ് ഹിന്ദുക്കൾക്ക് ഒരു സിവിൽ കോഡുമാതിരി വന്നിട്ടുള്ളത്. അപ്പം മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തിൻ്റെ ഭാഗമായിട്ടൊരു കോഡുള്ളപ്പോൾ ആ കോഡിനെ അട്ടിമറിക്കുക എന്നുള്ളത് ശരിയല്ല. ഞങ്ങൾ MES സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. കോമൺ സിവിൽ കോഡ് മാതിരിയുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ഒരു സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തരത്തിലുള്ള ചേഞ്ചസ് മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരീഅത്തിനെ പറ്റി ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അതിൽ അനക്കം വരുത്താൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സമുദായം തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. പിന്നുള്ളത് ഇപ്പോൾ ഈ അടുത്തുണ്ടായിട്ടുള്ളത് ഘർവാപ്പസി എന്നുള്ള കാര്യം എൻ്റെ അഭിപ്രായത്തിൽ മുസ്ലിം സമുദായത്തെ ഒട്ടും ബാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹി ഗെറ്റ്സ് ഇൻ്റഗ്രേറ്റഡ് ഇൻ ടു ദ മുസ്ലിം സൊസൈറ്റി. ഇപ്പം നമുക്ക് ആയിരിക്കും കേരളത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ ആരാണ് കൺവേർട്ടഡ് മുസ്ലിം എന്ന്. അതേസമയം ക്രൈസ്തവ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായിട്ടുണ്ട്. കാരണം ഈ പല കൺവേർട്ടഡ് മുസ്ലിമും ദളിത്തുകൾ കൺവേർട്ടായപ്പോൾ അവർ ദളിത് ക്രിസ്ത്യൻസ് ആയിട്ടാണ് നിൽക്കുന്നത്. അവർക്കാണ് ഈ സംവരണത്തിന് ആനുകൂല്യം കിട്ടേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഘർവാപ്പസിയിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം മതപരിവർത്തനം സംഘടിതമായിട്ട് അവർ ചെയ്യുന്നില്ല. അതിനൊരു സെൻട്രൽ ഏജൻസി ഇല്ല. അതേസമയം പല ക്രൈസ്തവ എവാഞ്ചലിസ്റ്റുകളും ഇതുമാതിരി ഈ സുവിശേഷ പ്രസംഗങ്ങളും മറ്റുള്ളവരായിട്ട് നടക്കുമ്പോൾ അവർ മതപരിവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഈ മതപരിവർത്തനത്തിനെ പറ്റിയിട്ടുള്ള പ്രശ്നമുള്ളത്. ഞാൻ മൊറാർജി ദേശായി മദർ തെരേസയ്ക്ക് എഴുതിയൊരു കത്തിൻ്റെ വരികൾ ഞാനിപ്പോൾ ഉദ്ധരിക്കാൻ ആഗ്രഹിക്കണം. അതായത് OP ത്യാഗി എന്ന് പറഞ്ഞിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ MP 1980 ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു പാർലമെൻറ്റിൽ ഒരു ഫ്രീഡം ഓഫ് റിലിജൻ ബിൽ എന്ന് പറഞ്ഞിട്ടൊരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലനുസരിച്ചിട്ട് മതപരിവർത്തനം നിരോധിച്ചുകൊണ്ടൊരു ബില്ലാണ് ഇപ്പോൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ബില്ലുകളുടെ മാതൃകകളുണ്ട്. അപ്പോൾ അന്ന് മദർ തെരേസ ഒരു കത്തെഴുതി മൊറാർജി ദേശായിക്ക്, ഞങ്ങളിവിടെ സേവനമാണ് നടത്തുന്നത് എന്ന്, അല്ലാതെ മതപരിവർത്തനമല്ല എന്ന്. അന്ന് മൊറാർജി ദേശായി സ്റ്റാറ്റിസ്റ്റിക്സ് മദർ തെരേസയ്ക്ക് അയച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞ്, നിങ്ങൾ എവിടെയൊക്കെ സേവനം നടത്തുന്നുണ്ട് അവിടെയെല്ലാം സംഘടിതമായി മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അന്ന് ഇവരുടെ ഭയം എന്തായെന്ന് വെച്ചാൽ അനേകം സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മേഘാലയ, അതുമാതിരി തന്നെ നമ്മുടെ മിസോറാം, ഈ തരത്തിലുള്ള സംസ്ഥാനങ്ങളെല്ലാം ഒരു ക്രൈസ്തവ ഭൂരിപക്ഷത്തിലോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന്, ഇപ്പോൾ ഭൂരിപക്ഷം ഉണ്ട് താനും എന്ന്. അപ്പോൾ ഈ സംഘടിതമായിട്ടുള്ള മതപരിവർത്തനത്തിന് ഞാൻ അനുകൂലമല്ല. എന്നാൽ കൂടി മതപരിവർത്തനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഓരോരോ വ്യക്തിക്കും ഇന്ത്യയിലുണ്ട്.
സംഘടിതമായിട്ട് നമ്മൾ ചെയ്യേണ്ട, അതിന് പ്രചരണം നടത്തണ്ട. പക്ഷേ അതേമാതിരി തന്നെ ഈ ദളിത് SC ST വിഭാഗങ്ങൾ നിങ്ങൾ തൊഴുത്തിൽ കെട്ടിയ പശുവിനെ മാതിരി പറ്റൂല. അവർക്ക് ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ അംബേദ്കർ പറഞ്ഞ മാതിരി ഈ അംബേദ്കർ എന്താണ് ആവശ്യപ്പെട്ടത്? സകല SC STകളും ഇന്ത്യയിൽ ബൗദ്ധമതം സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു മാസ് സെറമണിയിലാണ് അദ്ദേഹം തന്നെ ബൗദ്ധമതം സ്വീകരിച്ചത്. അപ്പോൾ ഇതിന് വെറും ഒരു ഹിന്ദു മുസ്ലിം ഇഷ്യൂ അല്ലെങ്കിൽ ഹിന്ദു ക്രിസ്ത്യൻ ഇഷ്യൂ ആയിട്ട് കാണാൻ പറ്റില്ല. മതപരിവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൗലികവാദമാണ്, മൗലികമായിട്ടുള്ള ഒരു അവകാശമാണ് ഒരു വ്യക്തിയുടെ. അത് പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടുള്ള സമുദായങ്ങൾ മതം മാറുമ്പോൾ ആ മതം പരിവർത്തനത്തിന് നിയമം കൊണ്ടുവന്ന് തടുക്കുന്നത് ശരിയല്ല. അതേസമയം ഗർവാപസിയുടെ പേരിൽ വെറുതെ ഒരു വർഗീയമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതും ശരിയല്ല. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഏതോ ആരും അറിയാത്ത സംഘടനകളുടെ പേരിൽ സംഘടനകൾ ഉണ്ടാക്കുക, ഹിന്ദു സമ്മേളൻ, വിശ്വ ഹിന്ദു പരിഷത്ത്, ഇങ്ങനെയുള്ള സംഘടനകളോടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സംഘടനകൾ ഉണ്ടാക്കുകയും അവർ ഏതെങ്കിലും പ്രദേശത്തെ പാവപ്പെട്ട കുറച്ച് ആൾക്കാരെ എന്തെങ്കിലും പ്രലോഭനം നൽകിക്കൊണ്ട് അവർ മതപരിവർത്തനം നടത്തുക എന്ന് പറഞ്ഞാൽ, മുൻപ് ഞാൻ പഴയ കാലത്തിലോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ദയാനന്ദ സ്വാമിയുടെ കാലഘട്ടത്തിൽ ആര്യ സമാജ് ശുദ്ധി സെറമണി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കൊണ്ടുവന്നു. കാരണം അവർ പറഞ്ഞത് രാജ്പുട്ടുകളും ജാട്ടുകളും പല വിഭാഗങ്ങളും ഇപ്പം മുസ്ലിമുകളായിട്ട് വന്നിട്ടുണ്ട്. അവരെ പേരുകളൊക്കെ ഇപ്പോഴും പട്ടേൽ നിന്നും ചൗധരി എന്നൊക്കെ തന്നെയാണ്. അവർ മതപരിവർത്തനം നടത്തിയ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് ശുദ്ധി സെറമണി എന്ന് പറഞ്ഞിട്ട് നടത്തി. അപ്പം മുസ്ലിമുകളെ സംഘടിച്ചു അവിടെ തബ്ലീഗ് ജമാഅത്ത് ഉണ്ടാക്കി. അങ്ങനെ വലിയ വർഗീയ ഇലകൾ നടന്നു. അവസാനം സ്വാമി ശ്രദ്ധാനന്ദനെ അബ്ദുൽ റഷീദ് എന്ന് പറഞ്ഞ ആൾ കുത്തിക്കൊന്നു. വലിയ വർഗീയ ഇലകൾ വന്നു. ഇന്ത്യയുടെ ഇന്ത്യയുടെ വിഭജനത്തിന് തന്നെ ഹേതുവായിട്ടുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി ഇത്. അപ്പോൾ ആ നിലക്ക് കൂടെ നമ്മൾ മതപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ വളരെ കെയർഫുള്ളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതേമാതിരി തന്നെ വ്യാപകമായിട്ടുള്ളൊരു പ്രചരണമുള്ളതെന്ന് വെച്ചാൽ മുസ്ലിം രാഷ്ട്രങ്ങളെല്ലാം ഇസ്ലാമിക രാഷ്ട്രങ്ങളാണെന്നും ആ രാഷ്ട്രങ്ങളിൽ മറ്റു മതങ്ങളിൽപ്പെട്ടവർക്ക് യാതൊരു അവകാശങ്ങളും ഇല്ല എന്നുള്ളതാണ്. ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. 55-56 മുസ്ലിം രാഷ്ട്രങ്ങളുള്ളതിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്ന് സൗദി അറേബ്യ, ഒന്ന് പാകിസ്ഥാൻ, അങ്ങനെ 4-5 രാഷ്ട്രങ്ങളുള്ളൂ. മറ്റുള്ള രാഷ്ട്രങ്ങളെല്ലാം സെക്കുലറായിട്ടുള്ള രാഷ്ട്രങ്ങളാണ്. ഉദാഹരണം ഇന്തോനേഷ്യ നമുക്ക് എടുക്കാം. ഏറ്റവും വലിയ മുസ്ലിം രാഷ്ട്രങ്ങളാണ് ഇന്തോനേഷ്യയും ബംഗ്ലാദേശും. അവിടെ എല്ലാ ക്ഷേത്രവും, ഞാൻ തന്നെ ഢാക്കയിലെ ഢാക്കേശ്വരി ക്ഷേത്രത്തിൽ പോയിട്ടുള്ളതാണ്. ബംഗ്ലാദേശിലെ ഢാക്കേശ്വരി ക്ഷേത്രം ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ദേവിയുടെ പൂജ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അത് പുറത്തുനിന്നുള്ളതും അവിടെ നിന്നുള്ള എല്ലാ ഹിന്ദുക്കളും, ബംഗ്ലാദേശിൽ ഏകദേശം 14% ഹിന്ദുക്കളുള്ള സ്ഥലമാണ്. അതുമായി തന്നെ ഇന്തോനേഷ്യ. അപ്പോൾ ഇന്തോനേഷ്യയിൽ നമുക്കറിയാം, ഇന്തോനേഷ്യൻ എയർലൈൻ്റെ പേര് വരെ ഗരുഡ എന്നാണ്. അപ്പോൾ ഇന്തോനേഷ്യൻ പ്രസിഡൻറ്റ് ആയിരുന്ന സുകാർണോവിൻ്റെ പുത്രിയുടെ പേരെന്താ? മേഘാവതി സുകാർണോ പുത്രി എന്നാണ്. പേരുകൾ വരെ ആര്യനൈസ്ഡ് ആയിട്ടുള്ള പേരുകളാണ് അവിടെ അവർ ഉപയോഗിക്കുന്നത്. അല്ലാതെ അറബിക് പേരുകളല്ല അവർ ഉപയോഗിക്കുന്നത്. അവർ ഇതായിട്ടുള്ള ഇതാണ്. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജനറൽ സിയാഉൽ ഹക്കിൻ്റെ കാലഘട്ടം വരെ പാകിസ്ഥാൻ ജിന്നയുടെ തന്നെ പാകിസ്ഥാനിലെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞാൻ പറയാം. യു മേ ഗോ ടു യുവർ ടെമ്പിൾസ്, യു മേ ഗോ ടു യുവർ മോസ്, യു മേ ഗോ ടു യുവർ churches, because the state has got nothing to do with the way of you, with the religious observances which you have എന്ന് പറഞ്ഞു. ഒരു സെക്കുലർ സ്റ്റേറ്റാണ് ജിന്ന അന്ന് അവിടെ ഭാവന ചെയ്തത്. അതേമാതിരി തന്നെ ഈജിപ്റ്റ്, തുനീഷ്യ, സിറിയ, ഇറാഖ്, ഇതെല്ലാം സെക്കുലർ സ്റ്റേറ്റുകളാണ്. അവിടെ എല്ലാം ബാത്ത് പാർട്ടിയാണ് ഭരിച്ചിരുന്നത്. ബാത്ത് എന്ന് പറഞ്ഞാൽ ബാത്ത് സോഷ്യലിസം, അറബ് സോഷ്യലിസമാണ് ഉണ്ടായിരുന്നത്. അറബ് സോഷ്യലിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മതമായിട്ട് ബന്ധമില്ല. ഈ ബാത്തിൻ്റെ പിതാവ് എന്ന് പറയുന്ന മൈക്കൽ അഫ്ലക്ക് എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. ഈ ഇറാഖിൻ്റെ ഫോറിൻ മിനിസ്റ്ററായിട്ടുള്ള താരിഖ് അസീസ്, അദ്ദേഹവും ക്രിസ്ത്യാനിയാണ്. ഇന്നിപ്പോൾ ഗാസയിൽ നടക്കുന്ന തല്ലുകൊടുത്തങ്ങളിലൊക്കെ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും ഒരുമിച്ചാണ് ജൂതന്മാരെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അറബ് നാഷണലിസത്തിനെ നമ്മൾ മുസ്ലിം നാഷണലിസമായിട്ട് മിക്സപ്പ് ചെയ്യുന്നു. താലിബാനോ അല്ലെങ്കിൽ മറ്റേ ഇസ്ലാമിക് സ്റ്റേറ്റോ അല്ലെങ്കിൽ ബോക്കോ ഹറാമോ, ഇതിലൊക്കെ എത്ര ആളുണ്ടാവും? ഇത്തരത്തിലുള്ള മിസ്ഗൈഡഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് അവർ ചിലപ്പോൾ സാമ്രാജ്യത്വത്തിൻ്റെ എതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് അവർ തെറ്റായ ദിശയിലായിരിക്കും അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇവർ ചെയ്യുന്നതിനെ മൊത്തം കാണിച്ചുകൊണ്ട് അതായത് ഇസ്ലാമിൻ്റെ ഭൂരിപക്ഷം കിടക്കുന്ന രാഷ്ട്രങ്ങളുടെ സെക്കുലറായിട്ടുള്ള കാഴ്ചപ്പാടുകൾ തീരെ കാണാതെ പോകുന്നു. അതുമാതിരി തന്നെ സോവിയറ്റ് റഷ്യയിൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള 5 ഇസ്ലാമിക് റിപ്പബ്ലിക്കുകളുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, ഇതെല്ലാം സെക്കുലറായിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായിട്ട് നമ്മൾ മുസ്ലിം എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പേര് കേൾക്കുമ്പോൾ അതെല്ലാം ഇവർ ഒരു മൗലികവാദത്തിൻ്റെ സെൻറ്ററുകളാണ്, അല്ലെങ്കിൽ ആ സ്റ്റേറ്റുകളെല്ലാം ഇസ്ലാമിക സ്റ്റേറ്റുകളാണ്, മറ്റുള്ളവർക്ക് യാതൊരു തരത്തിലുള്ള അധികാരവുമില്ല എന്നുള്ള പ്രചരണം കൂടെ നടക്കുന്നുണ്ട്.
അപ്പോൾ ഈ പ്രചരണങ്ങളെല്ലാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിന് പ്രൊപ്പഗാൻഡ നമ്മുടെ സൈഡിൽ നിന്നാണോ, അതിന് പകരമായിട്ട് നമ്മൾ തന്നെ ഇവിടെ മൗലികവാദം പ്രസംഗിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഒരു കൗണ്ടർ പ്രൊഡക്റ്റീവ് എഫക്റ്റാണ് ഉണ്ടാവാൻ പോകുന്നത്. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ചെറുപ്പകാലത്ത് തന്നെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ വളരെ താല്പര്യമുള്ളതായിരുന്നു. അപ്പോൾ സ്പോർട്സ്, ആർട്സ്, ലിറ്ററേച്ചർ മൂന്നിലും എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. പൊതുവേ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒന്നുമില്ല താല്പര്യം ഉണ്ടാകുന്നത്. അപ്പോൾ സ്പോർട്സിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ടേബിൾ ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. കാശ്മീർ യൂണിവേഴ്സിറ്റിയുടെ ക്യാപ്റ്റനായിരുന്നു. ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്നപ്പോൾ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് ടീമായിരുന്നു യൂണിവേഴ്സിറ്റി ചാമ്പ്യൻസ്. അന്ന് അത് ഞാൻ പറഞ്ഞേക്കാം, ഒരു വളരെ പുരോഗമിച്ച ഒരു സെറ്റപ്പായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ സിസ്റ്റർ ഉണ്ടായിരുന്നു. എൻ്റെ സിസ്റ്ററും ഞാനുമായിരുന്നു ടേബിൾ ടെന്നീസ് ടീം. ഞങ്ങളുടെ മെഡിക്കൽ കോളേജിൻ്റെ സിസ്റ്ററും ഞാനും ടേബിൾ ടെന്നീസ് കളിച്ചു. ഞങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം കളിക്കാൻ ഇൻ്റർ കോളേജിറ്റൊക്കെ കളിക്കാൻ പോയിരുന്ന ഒരു ഘട്ടം. അതേമാതിരി തന്നെ വലിയ രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൊരു മേഖലയാണ് ക്വിസ് മേഖല. അതായത് 3 ക്വിസ് ബുക്കുകൾ ഞാൻ രചിച്ചിട്ടുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി, കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ക്വിസ് മാസ്റ്ററായിരുന്നു. അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ക്വിസ് മാസ്റ്ററായിരുന്നു. അങ്ങനെ ഹൈദരാബാദിലും മംഗലാപുരത്തും കാഞ്ചീപുരത്തും കാലിക്കറ്റിലും ഒക്കെ നടന്നിട്ടുള്ള അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ ഓൾ ഇന്ത്യ ഇൻ്റർ യൂണിവേഴ്സിറ്റി ക്വിസ് മാസ്റ്ററായിട്ട് പോകേണ്ട ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അങ്ങനെ സാർക്കിന് ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ചെയർമാൻ ഓഫ് ദി സെലക്ഷൻ കമ്മിറ്റി, ക്വിസ് ടീമിൻ്റെ സെലക്ഷൻ കമ്മിറ്റി ആയിട്ടും ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ക്വിസ് രംഗം TV-യിലോട്ട് വന്നപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങളെല്ലാം വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഏഷ്യാനെറ്റിൻ്റെ ACV-യുടെ 100 എപ്പിസോഡ് ലൈവ് ക്വിസ് ഞാൻ ചെയ്തു. 100 എപ്പിസോഡ് ലൈവ് ക്വിസ്. അതേമാതിരി തന്നെ നമ്മുടെ കൈരളിയുടെ 15 എപ്പിസോഡുള്ള ബ്രെയിൻ ഓഫ് കേരള എന്ന ക്വിസ് മത്സരം ഞാൻ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ക്വിസിൻ്റെ ഒരു അന്ത്യം ഭയങ്കര രസകരമായിരുന്നു. ക്വിസിങ്ങിൻ്റെ അന്ത്യം ഭയങ്കര രസകരമായ രീതിയിലായിരുന്നു. അമിതാഭ് ബച്ചൻ വന്നിട്ട് കോൻ ബനേഗ കോർപതി ചെയ്തു. അതോടുകൂടിയിട്ട് സിനിമാ താരങ്ങൾ മുഴുവൻ ക്വിസിങ് ചെയ്യാൻ തുടങ്ങി. സുരേഷ് ഗോപി ചെയ്യുന്നു, മുകേഷ് ചെയ്യുന്നു, ഉർവശി ചെയ്യുന്നു, പലരും ചെയ്യാൻ തുടങ്ങി. അതോടുകൂടി പ്രൊഫഷണലായിട്ടുള്ള ക്വിസ് മാസ്റ്റർമാർക്ക് ഡിമാൻഡില്ലാതായി. ഇതൊരു എന്താ പറയുക, ഒരു ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ പറ്റിയിട്ട് യാതൊരു വിവരമില്ലാത്ത ഒരു കൂട്ടം ആൾക്കാർ അവർ പ്രസൻറ്റ് ചെയ്യണം. അവർ ക്വിസ് മാസ്റ്റേഴ്സ് അല്ല. അതേസമയം ഞങ്ങളൊക്കെ ക്വിസ് മാസ്റ്റേഴ്സ് ആയിരുന്ന കാലത്ത് ഞങ്ങൾ തന്നെ റിസർച്ച് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ ഇത് പ്രസൻറ്റ് ചെയ്ത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണെങ്കിൽ കുട്ടിക്കാലത്ത് തന്നെ ക്വിസുകൾ പങ്കെടുത്ത ഒരു വ്യക്തിയാണ്. ഇൻ്റർ മെഡിക്കൽ ചാമ്പ്യനായിരുന്നു, യൂണിവേഴ്സിറ്റി ക്വിസ് ചാമ്പ്യനായിരുന്നു. അങ്ങനെയൊക്കെ പങ്കെടുത്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അതെന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവരെല്ലാവരും കൂടെ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഞങ്ങൾക്ക് വലിയ സ്കോപ്പില്ല എന്നുള്ള നിലക്ക് ഞങ്ങളെല്ലാം ആ രംഗത്ത് നിന്ന് പിൻവാങ്ങി. 31 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് മരണപ്പെട്ടതിന് ശേഷം ഞാൻ ഏകനായിട്ട് ഒരുപാട് പോരാട്ടങ്ങൾ നയിച്ചു. എൻ്റെ വിദ്യാഭ്യാസ രംഗത്തുള്ള പോരാട്ടങ്ങൾ, എൻ്റെ മെഡിക്കൽ രംഗത്തുള്ള പോരാട്ടങ്ങൾ, സാമുദായിക രംഗത്തുള്ള പോരാട്ടങ്ങളൊക്കെ നയിച്ചു. ഒരളവോളം വലിയ വിജയമാണ് എൻ്റെ ജീവിതം. എനിക്ക് 3 കുട്ടികളുണ്ട്. അതിൽ 2 കുട്ടികൾ MES മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പഠിച്ചത്. എൻ്റെ തന്നെ വിദ്യാർത്ഥികളായിട്ടാണ് അവർ പഠിച്ചത്. അവരൊക്കെ ഇപ്പം ഡോക്ടർമാരാണ്. എൻ്റെ ഭാര്യ കുടുംബിനിയാണ്, റഹീം സാഹിബിൻ്റെ മകളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി. ബാക്കിയുള്ള കാര്യങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ തന്നെ ഒരു ആവശ്യത്തിനുള്ള സമ്പാദിച്ചു കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഞാൻ എൻ്റെ ജീവിതം സാമൂഹ്യ രംഗത്ത് ചിലവാക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് MESനെ സംബന്ധിച്ചിടത്തോളം MES ഒരു വിദ്യാഭ്യാസ ഏജൻസി ആയിട്ടാണ് തുടങ്ങിയതെങ്കിൽ കൂടിയിട്ട് ഇപ്പം ഞങ്ങൾ അതിനെ ഒരു സാമുദായിക സംഘടനയാക്കിയിട്ടാണ് മാറ്റിയിട്ടുണ്ട്. ആ സാമുദായിക സംഘടനക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ട്. അതെന്താ ലക്ഷ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സമുദായത്തെ കേരളത്തിലെ പൊതുസമൂഹത്തിൽ പൂർണ്ണമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പൊതുസമൂഹത്തിൽ നിന്ന് വിട്ടുകൊണ്ട്, പൊതുനന്മയിൽ നിന്ന് വിട്ടുകൊണ്ട് MES എങ്ങോട്ട് പോകാനൊന്നും തയ്യാറില്ല. അതേസമയം സംവരണം പോലുള്ള പിന്നോക്ക സമുദായങ്ങളുടെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മാതിരി ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാട് MES എടുക്കും. വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിലൊരു സാച്ചുറേഷൻ പോയിൻ്റ് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു ആവശ്യമില്ല. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ 30ഓളം പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുണ്ട് കേരളത്തിൽ. 130 എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. ഈ ഉള്ളത് തന്നെ കൊണ്ടടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അവിടെ ഉള്ളത്.
കുട്ടികളെ കിട്ടാതെ എല്ലാവരും ഇപ്പോൾ കുഴഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഒരു വിദ്യാഭ്യാസ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വലിയ ലക്ഷ്യങ്ങളൊന്നും കാണുന്നില്ല. മികവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവത്തിലൂടെ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്വയംഭരണം നടപ്പാക്കാനായിട്ട് MESൻ്റെ സ്ഥാപനങ്ങളിലെല്ലാം തീരുമാനിക്കുകയും അതിന് സർക്കാരിന് അപ്ലിക്കേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരുവിധ ലക്ഷ്യങ്ങളൊക്കെ നമ്മൾ സാധിച്ചു കഴിഞ്ഞു. ഒന്ന്, വിദ്യാഭ്യാസ രംഗത്തോട്ട് എല്ലാവരെയും കൊണ്ടുവരിക, സ്ത്രീ വിദ്യാഭ്യാസം, അതേമാതിരി തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, CBSE വിദ്യാഭ്യാസം, ടെക്നിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ കോളേജുകൾ മറ്റുമൊക്കെ സ്ഥാപിക്കൽ, അതൊക്കെ. അതിനുശേഷം ഈ ഓൾ ഇന്ത്യ കോൺഫറൻസുകളൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞങ്ങൾ ദുബായിൽ വലിയ കോൺഫറൻസ് നടത്തി, മദ്രാസിൽ വലിയ കോൺഫറൻസ് നടത്തി. അപ്പോൾ ഇപ്പോഴും അന്ധകാരത്തിൽ നിലനിൽക്കുന്ന മറ്റ് മുസ്ലിം സമൂഹങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള അവരെ കൂടെ ഉണർത്താനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൽക്കട്ടയിലെ 24 പർഗാനാസിൽ അവിടെ ഏറ്റവും പിന്നോക്കമായിട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് അവിടെ. അതൊരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. അവിടെ ആതുര ശുശ്രൂഷ നടത്തുക എന്നുള്ള എൻ്റെ ഉദ്ദേശത്തോടു കൂടിയിട്ട് അവിടെ നല്ലൊരു ഹെൽത്ത് സെൻറ്റർ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഡോക്ടർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഒരു 3 മാസത്തിലൊരിക്കൽ ഹെൽത്ത് ക്യാമ്പുകൾ നടത്താനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ. ഇനി ഒരു യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഒരു സ്വപ്നമാണ്. അത് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഇവിടെ തുടങ്ങുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. പക്ഷേ കേരള ഗവൺമെൻറ് അതിന് അനുകൂലമല്ല എന്നുള്ളതാണ്. MESൻ്റെ രാഷ്ട്രീയം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു രാഷ്ട്രീയവുമില്ല. ഞങ്ങളെല്ലാവരും ഞാൻ ഒരു വാക്ക് കോയിൻ ചെയ്തിട്ടുണ്ട്, സിറ്റുവേഷണൽ ഐഡിയോളജി എന്ന് പറഞ്ഞിട്ട്. ഒരു സിറ്റുവേഷൻ എന്താണ് ഐഡിയോളജി വേണ്ട, ആ ഐഡിയോളജിയാണ് ഞങ്ങൾ. അല്ലാതെ ഒരു ഫിക്സഡ് ഐഡിയോളജി നമ്മുടെ മനസ്സിലില്ല. അപ്പോൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ ഗവൺമെൻറ്റുകളെ അനുകൂലിക്കുന്നതായിട്ട് കാണാം, ചില ഘട്ടങ്ങളിൽ നമ്മൾ ഗവൺമെൻറ്റുകളെ എതിർക്കുന്നതായിട്ടും കാണാം. ഉദാഹരണമായിട്ട് ഈ +2 വിഷയത്തിൽ അതിശക്തമായിട്ട് രൂക്ഷമായ രീതിയിലാണ് ഞങ്ങൾ ഈ ഗവൺമെൻറ്റിനെ എതിർത്തത്. അതേസമയം കഴിഞ്ഞ ഗവൺമെൻറ് സ്വയാശ്രയ പോളിസിക്കെതിരായിട്ട് സുപ്രീം കോടതിയിൽ ഞങ്ങളുടെ കേസ് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ലീഗായാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്ന് വെച്ചാൽ അടുപ്പ സിദ്ധാന്തം. ഞങ്ങൾ സമദൂര സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാ സംഘടനകളോടും അടുപ്പ സിദ്ധാന്തമാണ്. അതേമാതിരി തന്നെ മതസംഘടനകളെ സംബന്ധിച്ചിടത്തോളം MESൽ ഇത്തരത്തിലുള്ള വിഭാഗീയതയില്ല. ജമായത്ത്, മുജാഹിദ്, സുന്നി അല്ലെങ്കിൽ തബ്ലീഗ് അങ്ങനെയില്ല. എല്ലാ മുസ്ലിമുകൾക്കും ഉള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ്. ആ കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും കൂടെ വന്നു ചേരുക. ആ പ്ലാറ്റ്ഫോം നമ്മുടെ സെക്കുലർ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി മാറുക, നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതനുസരിച്ചിട്ടാണ് MESൻ്റെ കാര്യങ്ങളെല്ലാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മക്കളെല്ലാം വിവാഹം കഴിഞ്ഞിട്ട് 2 മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ തന്നെ സംസ്കാരത്തിൽപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ പെൺകുട്ടികളായിട്ടാണ് വിവാഹം നടന്നിട്ടുള്ളത്. എൻ്റെ വ്യക്തി ജീവിതവും എൻ്റെ എന്താ പറയുക കുടുംബജീവിതവും എല്ലാം വളരെ സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം, അതായത് എൻ്റെ പിതാവിൻ്റെ പിതാവ് എല്ലാവരും അവർ സ്വന്തം പണം സമ്പാദിക്കുന്നതിലും സ്വന്തം കാര്യങ്ങളെക്കാളും കൂടുതൽ സാമൂഹിക കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ആഗ്രഹം എൻ്റെ മക്കളും ആൺകുട്ടികളും അതേമാതിരി തന്നെ ഈ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ചിലവാക്കാതെ സമുദായത്തിൻ്റെയും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവരെല്ലാം പ്രവർത്തിക്കണം എന്നുള്ളതാണ്. MESനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയാറുണ്ട്, സോവറൈൻ ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് സെക്കുലർ റിപ്പബ്ലിക്കാണ്. അതിൽ സെക്കുലർ എന്ന വാക്കുകൾ ആരും എടുത്ത് പറയണ്ട. അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇതിലെ ഓരോരോ വാക്കുകൾ ഇന്ത്യയുടെ പേരിൽ ഉറച്ചു നിന്നുകൊണ്ട് ഓരോരോ MES പ്രവർത്തകനും പ്രവർത്തിക്കണം എന്നുള്ളതാണ്. ഒരു MES പ്രവർത്തകൻ ഒരു വർഗീയവാദിയായിരിക്കരുത്, ഒരു MES പ്രവർത്തകൻ ഒരു വിഭാഗീയവാദിയായിരിക്കരുത്, ഒരു MES പ്രവർത്തകൻ ഒരു മതമൗലികവാദിയായിരിക്കരുത്, ഒരു MES പ്രവർത്തകൻ ഒരു തീവ്രവാദിയായിരിക്കരുത്. ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതേസമയം അബ്ദുൽ നാസർ മാദനി അദ്ദേഹത്തെ ജയിലിൽ പറഞ്ഞു വിട്ടു. അദ്ദേഹത്തിന് ഒരു ട്രയൽ, ഒരു ചാൻസ് പോലും കൊടുക്കുക. ഇപ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ട്രയൽ ഏറ്റവും വരെ എക്സ്പെഡിറ്റ് ചെയ്യണമെന്ന്. അന്ന് അബ്ദുൽ നാസർ മാദനിയുടെ സിദ്ധാന്തങ്ങളോട് 100% എതിർപ്പുള്ള വ്യക്തിയായ ഞാൻ അദ്ദേഹത്തെ ബാംഗ്ലൂരിൽ അഗ്രഹാര ജയിലിൽ പോയി കാണുകയും അദ്ദേഹത്തിന് വേണ്ട ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ ഞങ്ങളെല്ലാവരും തയ്യാറാണെന്ന് പറയുകയും അദ്ദേഹത്തിന് വക്കീലിനെ ഏർപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേസ് ബൈ കേസ്, അപ്പോൾ നമ്മൾ ആരെയും തള്ളി പറയുന്നില്ല, ഇന്നവർ മോശമാണെന്ന് നമ്മൾ പറയുന്നില്ല. അത് ആ വിഷയത്തിനനുസരിച്ചിട്ടായിരിക്കും MESൻ്റെ സമീപനം ഉണ്ടാവുക. അത് രാഷ്ട്രീയത്തിലായാലും വേണ്ടില്ല, സാമുദായിക വിഷയത്തിലായാലും സാമൂഹിക വിഷയത്തിലായാലും വേണ്ടില്ല. MES ആയിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറയപ്പെടുന്ന NSSO SNDP അല്ലെങ്കിൽ കത്തോലിക്ക സഭയായിട്ട് പോലും വിഷയങ്ങളുടെ കാര്യങ്ങളിൽ വിശ്വാസ്പദമായിട്ടുള്ള ഒത്തുതീർപ്പുകൾക്കും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ഈ സംഘടന എപ്പോഴും തയ്യാറായിരിക്കും.
മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഇതൊരു ഓപ്പൺ ഇൻവിറ്റേഷനാണ്. MESൽ ആർക്കും ചേരാം, ഏത് മുസ്ലിമിനും ചേരാം എന്നുള്ളൊരു സംഭവമുണ്ട്. വെറും 1000 രൂപ മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ MESൽ ചേരാറുണ്ട്. ഈ മഹാപ്രസ്ഥാനത്തിൽ ഭാഗമായിട്ട് എല്ലാവരും കൂടെ വരണം എന്നുള്ളതാണ്. അല്ല ഇതൊരു ക്ലോസ്ഡ് ഒരു ട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു കുടുംബ ട്രസ്റ്റോ മറ്റൊന്നുമല്ല. ഒരു പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. അപ്പോൾ ആ സൊസൈറ്റിയിൽ എല്ലാ ആൾക്കാരും ചേർന്നുകൊണ്ട് ഈ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മതേതരത്തിൻ്റെയും അതേമാതിരി തന്നെ മതസൗഹാർദ്ദത്തിൻ്റെയും അല്ലെങ്കിൽ ദേശീയതയുടെയൊക്കെ ഈ സന്ദേശം നമ്മളുടെ അടുത്ത തലമുറയൊക്കെ കൂടി എത്തിക്കുന്നതിന് വേണ്ടി ഇവരെല്ലാവരും പ്രവർത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.